നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞ ഒരു ഉപമ, ലോകപ്രശസ്തമായ ഒരു ഉപമ. എല്ലാ ആളുകളും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ ഈ ഉപമ മുഖാന്തരമായിട്ടുണ്ട്. ഈ അധ്യായത്തിൽ 3 ഉപമകളാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ആട്, നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ, നഷ്ടപ്പെട്ടു പോയ മകൻ. അതിനകത്ത് ഹൈലൈറ്റ് നഷ്ടപ്പെട്ടു പോയ മകനാണ്. നമ്മൾ ഈ വായിച്ച ഈ പാസേജിനകത്ത് ആ മകൻ, വീട്ടിലെ ഇളയവൻ, അപ്പാ എനിക്ക് വരേണ്ടുന്ന സ്വത്തിൻ്റെ വിഹിതം തരണമേ എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ച് അവൻ ആ സ്വത്ത് മുഴുവനും നാനാവത്തായി ചെലവഴിച്ചു. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിലേക്കും പാപങ്ങളിലേക്കും പോയി ആ സ്വത്ത് മുഴുവനും ചെലവഴിച്ചു. ഒടുവിൽ അവൻ ജീവിത സന്ധാരണത്തിന് വേണ്ടി പന്നിയെ മേയ്ക്കാൻ പോയി. പന്നിക്ക് കൊടുക്കുന്ന വാളവര തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. അതും തനിക്ക് കിട്ടിയില്ല. അങ്ങനെ ക്ലേശിക്കുന്ന സമയത്ത് അവൻ്റെ അകത്തൊരു തോന്നലുണ്ടായി, എൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല, കൂലിക്കാരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ കരുതണമേ എന്ന് പറയുമെന്ന് പറഞ്ഞ് താൻ പോകുകയാണ്. അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ദൂരവേ കണ്ടതെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, സ്വീകരിച്ചു. ഇവന്റെ കാലിന് ചെരുപ്പിടിവിക്കുകയും ഇവനെ നല്ല വസ്ത്രം ധരിപ്പിക്കുകയും വലിയ സദ്യ ഒരുക്കുകയും, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ തിരികെ വന്നിരിക്കുന്നു. അവിടെ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ഈ വായിച്ചത് മൂത്ത മകനെ കുറിച്ചാണ്. മൂത്ത മകനെ കുറിച്ച് നമ്മൾ പൊതുവെ കരുതുന്നത് എന്താണ്? നല്ല മകൻ. ഇളയവൻ ചീത്ത പുത്രനാണെങ്കിൽ മൂത്തവൻ നല്ല മകൻ. മൂത്തവൻ അപ്പനെ അനുസരിക്കുന്നവൻ, വിധേയപ്പെടുന്നവൻ, കുടുംബത്തിന് സന്തോഷമുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. കർത്താവ് പറഞ്ഞ ഒരു ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോകാൻ, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരു മോനോട് പറഞ്ഞപ്പോൾ ആ മോൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. അടുത്ത മോനോട് പറഞ്ഞു, നീ പോകാമോ? അവൻ പറഞ്ഞു, ഞാൻ പോവാം. പക്ഷെ അവൻ പോയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയി. ഇതിലാരാണ് നല്ല മകൻ എന്ന് കർത്താവ് ചോദിച്ച് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ വീട്ടിലെ ഇളയ മോനാണ് വലിയ കുഴപ്പക്കാരൻ. സത്യമാണ്, അവൻ കുഴപ്പക്കാരനാണ്. അവൻ്റെ ജീവിതത്തിൽ വിസിബിളായിട്ട് പുറമെ കാണാവുന്ന വിധത്തിൽ കുറേ ചീത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവനാണ് കുഴപ്പക്കാരനെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം. അപ്പോൾ വീട്ടിനകത്തുള്ള മകൻ നല്ലവനെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നവൻ, അവനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. ഇളയവൻ തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ വയലിൽ നിന്ന് വന്ന ഈ മൂത്ത മോൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ മനസ്സില്ലാതെ നിന്നു. ആര് വിളിച്ചാലും ഇവൻ പോകത്തില്ല. അപ്പോൾ വിളിക്കുന്നവരോടൊക്കെ ഇവൻ പറയുന്നത്, തിന്ന് മുടിച്ച് എല്ലാം നശിപ്പിച്ചവൻ വന്നപ്പം അവന് മകനായി സ്വീകരിച്ചു, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. അപ്പം ഇവൻ പുറമേ വലിയ പ്രശ്നക്കാരനല്ലെന്ന് തോന്നിയാലും അകമേ ഇളയവനേക്കാളും ചീത്തയാണ് ഇവൻ. അപ്പൻ വന്ന് ഇവനോട് അപേക്ഷിക്കുക, പൊന്നുമോനെ നീ വാടാ. ഇവൻ പറയുന്ന വാക്കെന്നറിയാം, എത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. അപ്പം മനസ്സിൻ്റെ അകത്ത് ഇവനിപ്പോൾ ദാസനാണ്. ഇളയവൻ ഇത്രേ ഉഴപ്പനാണെങ്കിലും അവൻ മകനായിട്ട് അവിടെ സ്വീകരിക്കപ്പെട്ടു, അവിടെ മകനായി പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷെ മൂത്തവൻ മനസ്സിൽ ഇപ്പോഴും, മനസ്സിലെ കാര്യമാണ് വലുത്. ഒരു കൊച്ചിനെ ഒരു ദിവസം അപ്പൻ അനുസരണം പഠിപ്പിക്കുന്നത് ഇരിക്കടാന്നോ, ഇവൻ ഇരിക്കത്തില്ല, ജമ്മതികാലം ഇരിക്കത്തില്ല. അപ്പം അപ്പൻ നല്ല വടിയും കൊണ്ട് നല്ല തല്ലു കൊടുത്തു. നല്ല വേദന എടുത്തിട്ടും വേദന കടിച്ചു പിടിച്ചപ്പോൾ നിൽക്കുക, ഇവനിരിക്കത്തില്ല. എന്നാ നിന്നെ അനുസരിപ്പിക്കാമെന്നോ അറിയണമല്ലോടാന്ന് പറഞ്ഞ് അപ്പൻ ആ ബെൽറ്റ് ഊരി
ലെതറിൻ്റെ ബെൽറ്റ് കൊണ്ട് അടി തുടങ്ങി. ആ വേദന സഹിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. അപ്പോൾ പുള്ളി ഇരുന്നു. അപ്പോൾ അടി നിർത്തിയിട്ട് അപ്പൻ ചോദിച്ചു, അപ്പം നിനക്ക് അനുസരിക്കാൻ അറിയാമല്ലേ? മോൻ മറുപടി പറയാ, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുവാണ്. അപ്പം എങ്ങനെയുണ്ട്? മനസ്സിൽ എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ മറക്കരുത്. പാപം എന്ന് പറയുന്നതിനെ നമ്മൾ പൊതുവേ കാണുന്നത് കള്ളം പറയുന്നു, ഓക്കെ, തെറ്റ് ചെയ്തു, മോഷ്ടിച്ചു, പാപം ചെയ്തു, പിടിച്ചു പറിച്ചു, ഉപദ്രവിച്ചു, കൊലപാതകം ചെയ്തു. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണപ്പെടുന്ന ഒരു മരത്തിൻ്റെ ഫ്രൂട്ട്സ് എന്നുള്ള വിധത്തിലാണ് ഇതല്ല. പക്ഷെ ഇതല്ല മരം. മരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ വേരാണ്. ഈ മരം നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ പോലും കുറച്ച് വർഷം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തളിർത്ത് വന്ന് പിന്നെ ഈ കായ ഉണ്ടാവും. അതിൻ്റെ വേര് പൊട്ടിച്ച് കളഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോകും. നിങ്ങൾക്കറിയാമല്ലോ ലൂസിഫർ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തതല്ല, മനസ്സിൽ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മീത സിംഹാസനം വയ്ക്കും, ഉത്തരദിക്കിൽ ഞാൻ വാൺ അരുളും. ഇത് ഹൃദയത്തിൽ പറഞ്ഞു, ചിന്തിച്ചു, മനസ്സ്, ചിന്ത, അകമയുള്ളത് അവരെ വെട്ടി താഴെയിട്ടു. അപ്പൊ മൂത്ത മോൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. എന്താണ് ആ പാഠം എന്നറിയാമോ? പുറമേ നാം എങ്ങനെ കാണപ്പെടുന്നു എന്നതിലല്ല കാര്യം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്ന നമ്മുടെ ചിരി കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഈ മനുഷ്യൻ എത്ര സൗമ്യനാണ്. നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ വന്ന് നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ, അയ്യോ എന്നാ നല്ല വ്യക്തിത്വമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ചർച്ചിലെ കാര്യം? ഒരു പാസ്റ്റർ താഴെയാണ് പാഴ്സനേജ്, മേളിലാണ് ആരാധന നടക്കുന്നത്. അപ്പം മേളിൽ ആരാധന ഇങ്ങനെ തുടങ്ങിയപ്പോൾ പാസ്റ്ററുടെ ഭാര്യ ഒരു തലോണയൊക്കെ എടുത്ത് ഇങ്ങനെ ചർച്ചിനകത്തോട്ട് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് എന്തിനപ്പോൾ തലോണയൊക്കെ ആയിട്ട് വരുന്നത്? അല്ല, വേറൊന്നും അല്ല, ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ അങ്ങ് താമസിക്കാം. അയ്യോ, അല്ല പാഴ്സനേജ് താഴെയല്ലേ? അല്ല, ആ നിൽക്കുന്ന ആളുണ്ടല്ലോ എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പാഴ്സനേജിൽ നിന്ന് ഇങ്ങനെ ഈ ഹോളിനകത്തോട്ട് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പം നോക്കിയേ, ഒരു ദൈവദൂതനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ആരാധന എല്ലാം കഴിഞ്ഞ് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി, ആ സ്റ്റെപ്പ് താഴെ ഇറങ്ങി ആ പാഴ്സനകത്ത് വന്നു കഴിയുമ്പോൾ എന്തോ ഒരു വല്ലായികയാണ്. ആളുടെ സ്വഭാവവും രീതിയും പെരുമാറ്റം ഒരു വല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് വരുമ്പോൾ ഭയങ്കര നല്ല ഹസ്ബൻഡാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങ് പാർത്താലോ എന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പം പല സ്ഥലങ്ങളിലും ഈ മൺചട്ടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ മൺചട്ടി കൊട്ടി നോക്കിയാൽ പോലും ഇതിനകത്ത് പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർക്കൊരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് സൺ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇവർ 2-3 പേര് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഈ ചട്ടി എടുത്ത് പൊരിവെയിലത്ത് കൊണ്ടുപോയി കമിഴ്ത്തി വയ്ക്കും. ഒരു 10-15 മിനിറ്റ് ഈ കച്ചവടം ഇങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞാൽ ചട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ അറിയാം, എവിടെയെങ്കിലും വാക്സ് വെച്ച് അടച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശത്തിൽ ആ വാക്സ് ഉരുകിപ്പോകും. അതിനകത്ത് ഓട്ടയുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നല്ല തെളിച്ചത്തോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോഴേ ശരിക്കും നമ്മൾ ആരാണെന്ന് അറിയത്തുള്ളൂ. അപ്പൊ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട പാഠം ഞാൻ പറയാം. ഈ മുടിയൻ പുത്തന്റെ സഹോദരൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു ആത്മീക സത്യം ഞാൻ വിളിച്ചു പറയാം. പുറമേ കാണുന്നതിലൊക്കെ നല്ല സൂപ്പറാണെങ്കിലും, അവൻ അപ്പനോട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും, അവൻ വയലിൽ അധ്വാനിക്കാൻ പോകുന്ന മിടുക്കനാണെങ്കിലും, അപ്പൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് നോക്കാനുള്ള എല്ലാ മനസ്സും അവനുണ്ടെങ്കിലും, അവൻ്റെ അകത്ത്, അവൻ്റെ ഉള്ളിൽ, അവൻ്റെ സ്വഭാവത്തിൽ അവൻ ശരിയായ ഒരു രീതി ഉണ്ടായിരുന്നില്ല. അത് വെളിപ്പെട്ടത് ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴാണ്. മലാക്കി പ്രവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ, ദൈവം പറയുക, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് യാഗം അർപ്പിക്കുന്നു, അപ്പൊ നിങ്ങളുടെ യാഗത്തിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. നിങ്ങൾ കംപ്ലൈന്റ് പറയുക, എൻ്റെ യാഗത്ത് ദൈവം പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുക. എങ്ങനെ ഞാൻ നിങ്ങളുടെ യാഗത്തിൽ പ്രസാദിക്കും എന്ന് കർത്താവ് ചോദിക്കുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിൽ ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിക്കാം. നിങ്ങളോ യാഗം അർപ്പിച്ചിട്ട് ദൈവം എൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. മലാക്കി 2:14. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവസന്നിധി ആരാധിക്കാൻ വന്നിരിക്കുക. ദൈവസന്നിധി വന്ന് യാഗമറിച്ച് ഇപ്പൊ എന്റെ കാര്യങ്ങൾക്കെല്ലാം നീക്കുപോക്ക് തരണമേ. ഈ നിമിഷം ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി സെക്കറിയാവ് കണ്ട ദൂതനെ ഞാൻ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ കർത്താവ് മോഹം തിരിച്ചു കളയുക. ഇവര് കർത്താവിനോട് ദേഷ്യപ്പെടുക. ഞാൻ ആരാധിക്കാൻ വന്നിട്ട്, ഞാൻ യാഗം അർപ്പിക്കാൻ വന്നിട്ട് എന്റെ ആരാധന സ്വീകരിക്കുന്നുമില്ല. കർത്താവ് മോഹം തിരിച്ച്. ഇതെന്താ ഇങ്ങനെ? കർത്താവ് മറുപടി പറയുക പ്രവാചകനിലൂടെ, നീ നിന്റെ ജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു യുവജനങ്ങളുടെ ക്യാമ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ക്യാമ്പിൽ ഞാൻ അന്ന് എടുത്ത വിഷയം ജെനുവിൻ സ്പിരിച്വാലിറ്റി എന്നുള്ള വിഷയമായിരുന്നു. യഥാർത്ഥ ആത്മീകത. അപ്പോൾ അതിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ചായയുടെ സമയമായപ്പോൾ പിള്ളേരിങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ എന്നോട് പറയുക, ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ആൾ പറഞ്ഞതാണ്, നമ്മുടെ കാര്യമല്ല. പുള്ളി പറയാം, സാറേ ആത്മീകത എന്ന് പറയുമ്പോൾ നമ്മളിത് ആദ്യം പഠിക്കും നമ്മുടെ വീട്ടിൽ നിന്നല്ലേ. അവൻ പിന്നെ തീർച്ചയായിട്ടും അതെ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പറഞ്ഞു, എന്നാടാ? ഞാൻ ഓർക്കായിരുന്നു, ഞാൻ ആത്മീകത പഠിച്ചത് മമ്മിയെ കണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ, വെരി ഗുഡ്. എന്താ പഠിച്ചത് നീ? നല്ല കാര്യമല്ല സാർ. അതിനെ പറ്റിയിടാ സാർ, എൻ്റെ മമ്മി ഉണ്ടല്ലോ, പാസ്റ്റങ്ങള് 1-2 പേര് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് എൻ്റെ മമ്മി ആയിരിക്കും ചാടി പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല എൻ്റെ മമ്മി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്ക് എല്ലാവരും ആത്മാവിൽ ആരാധിക്കും. കാരണം അതുപോലത്തെ സ്ഫുടമായ വാക്കുകൾ, വചനത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ, ഇതെല്ലാം കൂടെ ചേർത്ത സൂപ്പർ പ്രയർ ആയിരിക്കും. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യമല്ലേ അത്. വാക്യം വായിക്കാൻ പറഞ്ഞ് എൻ്റെ മമ്മി ആയിരിക്കും ചാടി വായിക്കും. ആടാ, നല്ല കാര്യമല്ലേ. ചാർച്ച് നല്ല സൂപ്പർ ആളാണ്, വെരി ഗുഡ്. പക്ഷെ എൻ്റെ സാറേ, ആരാധന കഴിഞ്ഞ് ഞങ്ങൾ കാറിലോട്ടും കയറും. ഇച്ചിരി നേരം കഴിയുമ്പം പപ്പയും മമ്മിയും കൂടെ 1-2 പറഞ്ഞങ്ങ് തുടങ്ങും. തുടങ്ങിക്കഴിയുമ്പോൾ മമ്മി പറയുന്ന വാക്കുകൾ എൻ്റെ കർത്താവെ സഹിക്കൂല. ചിലപ്പോൾ സാറേ വീട്ടിലുണ്ടല്ലോ, വൈകുന്നേരം ഭയങ്കര ഉടക്ക് നടക്കായിരിക്കും ഈ മമ്മിയും പപ്പയും കൂടെ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബെല്ലും പറയിക്കുമല്ലോ. വാക്കുകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ വഴക്കുണ്ടാക്കും. ഭയങ്കര വഴക്ക്, അരുതാത്തതെല്ലാം പറയും. എൻ്റെ സാറ് ഇത് പറഞ്ഞു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കാം എന്നൊരു അനൗൺസ്മെന്റ് കേൾക്കും വീട്ടിനകത്ത്. ആ പായം കിട്ടു കഴിയുമ്പോൾ എൻ്റെ പൊന്നോ, അവിടെ നിന്ന് അന്യഭാഷ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി മുമ്പ് പപ്പയോട് അഴുക്ക് വർത്താനം പറഞ്ഞ ആളാണോ ഈ അന്യഭാഷ പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോകും സാർ. അപ്പം ഞാൻ പഠിച്ച ആത്മീകത എന്താണ്? ആത്മീകത എന്നാൽ വൈകുന്നേരം വീട്ടിൽ പായിട്ട് കഴിയുമ്പോൾ നീ കാണിക്കുന്ന കുറച്ച് പ്രകടനങ്ങൾ, പാട്ടുപാടല്, നല്ല സ്ഫുടമായി പ്രാർത്ഥിക്കല്. എന്താണ് ആത്മീകത? ചർച്ചിനകത്തോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നീ കാണിക്കുന്ന കുറച്ച് ചടങ്ങുകൾ, അതാണ് ആത്മീകത. അതും ചർച്ചിന്റെ പുറത്തുള്ള ജീവിതവും സംഭാഷണവും പെരുമാറ്റവും കൂട്ടുകെട്ടും ഇടപെടലും ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്. സാറേ, എനിക്കിപ്പോ മനസ്സിലായി യഥാർത്ഥ ആത്മീയത അതല്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് ഒരാൾ എഴുതിയൊരു പുസ്തകം വായിച്ചു. അതൊരു വ്യക്തി ഒരു സെമിനാർ എടുത്തപ്പോൾ ആ സെമിനാറിൽ ഞാനുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും ആ പുസ്തകം കൊടുത്തു. എനിക്കും ആ പുസ്തകം കിട്ടി. ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു സായിപ്പിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറയുന്ന അനുഭവം ഇത്രയേ ഉള്ളൂ. ഒരു ചർച്ചിൽ അദ്ദേഹത്തിന് പാസ്റ്റർ ആകാൻ വേണ്ടി അവസരം കിട്ടി. ഒരു പുതിയ ചർച്ചാണ്. പുതിയ ചർച്ച എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പുള്ളി പാസ്റ്റർ ആകുകയാണ് ആ ചർച്ചിൽ. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് ഞായറാഴ്ച പുള്ളി കൊടുക്കണം. അപ്പോൾ ശനിയാഴ്ച പുള്ളി ആ മെസ്സേജ് എല്ലാം തയ്യാറാക്കി. ആദ്യത്തെ മെസ്സേജ് അല്ലേ, ഏറ്റവും നല്ല മെസ്സേജ് ആളുകൾക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ഇന്നേ വരെ പ്രസംഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല ചിന്തകൾ തനിക്ക് കിട്ടിയതൊക്കെ ഓർത്തെടുത്ത് അങ്ങനെ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ രാത്രിയിൽ പിറ്റേ ദിവസത്തെ മെസ്സേജ് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. കർത്താവിനോട് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ നാളെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ നിൽക്കണം. അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു മാത്രം എനിക്ക് പറയാൻ ആഗ്രഹമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ പറയുക, ഞാനൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്ന് വെച്ചാൽ അദ്ദേഹം ചർച്ചിലോട്ട് കയറി വരുന്ന കാഴ്ചയാണ്.
അദ്ദേഹം സ്റ്റേജിലോട്ട് ഇങ്ങനെ കയറുന്നു. അവിടെ ഫുള്ളായിട്ട് ആളുകൾ ഇരിക്കുകയാണ്. സൂട്ടും കോട്ടൊക്കെ ഇട്ട് ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല കാഴ്ചയാണ്. ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ അങ്ങ് തുറക്കുകയല്ല, ഒരു സ്ക്രീൻ രണ്ടായി കീറിക്കളയുന്ന പോലെ ഈ കാഴ്ച രണ്ട് സൈഡിലേക്ക് അങ്ങ് പോയി. പിന്നെ താൻ കാണുന്നത് വളരെ വേദനപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ചില ആളുകളൊക്കെ കോപിഷ്ഠരായിരിക്കുന്നതും, ചില ആളുകളൊക്കെ കയ്പും വൈരാഗ്യവും മനസ്സിനകത്തിട്ട് ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാകും. ആ വ്യക്തികളുടെ ഒക്കെ അവസ്ഥകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആകെ ഭാരപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ എന്താ ഇത്? കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, മോനെ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഇത് പ്രസംഗിക്കുന്ന ഞാൻ മാറി നിന്നുകൊണ്ടല്ല പറയുന്നത്, എന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. നമ്മുടെ നടുവിൽ സർവശക്തനായ കർത്താവ് ഇറങ്ങി വന്നിട്ട് അഗ്നിജ്വാലയ്ക്ക് സമനായവൻ നമ്മുടെ നടുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ കർത്താവ് നമ്മെ കാണുന്നത് പുറമേയുള്ള നമ്മുടെ പ്രകടനങ്ങളല്ല ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിന്റെ സകല രഹസ്യങ്ങളും, നമ്മുടെ അധരങ്ങളിലൂടെ കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെട്ടു വന്ന വാക്കുകളും, നമ്മുടെ സമീപനങ്ങളും, നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തതും, വർഷങ്ങളോളമായിട്ട് കൊണ്ടു നടക്കുന്ന പകയും കയ്പും, ഇടയ്ക്കിടയ്ക്കെല്ലാം തികട്ടി വരുന്ന മത്സരവും ശാഠ്യവും, ഞാനെന്ന ഭാവവും, തെറ്റായ സ്വാധീനതകളും, കർത്താവ് ഇഷ്ടപ്പെടാത്ത വാക്കുകളും പ്രവൃത്തികളും, ഇത് മുഴുവനും കൂടെ ചേർത്താണ് കർത്താവ് കാണുന്നത്. ഹല്ലേലൂയ. അതാ പറയുന്നത്, കർത്താവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ സത്യത്തിൽ ഭയമാണ്. എന്നെ സ്നേഹിക്കുന്ന അപ്പനാ, ഒരു സംശയമില്ല. ഞാൻ ചോദിക്കുന്നതിനും എൻ്റെ ആവശ്യങ്ങളോ നിവൃത്തി തരാം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ തെറ്റിപ്പോകുമ്പോൾ എന്നെ കുറിച്ച് വേദനിക്കുന്ന എൻ്റെ അപ്പൻ. എല്ലാവരും പന്തിയിലിരിക്കുക, ആ അത്താഴം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആ മുന്തിരിച്ചാറും കുടിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താവ് ഒരു, നമ്മളീ പറയത്തില്ലേ, വെട്ടിപൊട്ടുന്ന പോലൊരു ശബ്ദം. എന്താണ്? നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. യോ, ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? മശിഹാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട്. ഒരാൾ പറയാം, ഞാൻ അല്ലല്ലോ ഗുരു. ആള് തന്നെയായിരുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ ഒപ്പം കൈ ചാറിൽ മുക്കുന്നവൻ തന്നെ എൻ്റെ പ്രാണസ്നേഹിതൻ തന്നെ. ഹല്ലേലൂയ. ഈ മൂത്ത മകൻ നമ്മളെ ഓർപ്പിക്കുന്ന ആത്മിക സത്യം, നമുക്ക് രണ്ട് മുഖം ഉണ്ടായിരിക്കരുത്. കർത്താവ് ഇറങ്ങി വന്ന് നിൽക്കുമ്പം, കർത്താവിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പം നമ്മുടെ മുഖം, നമ്മുടെ മനസ്സ്, നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സംഭാഷണം അതെങ്ങനെ ആയിരിക്കുമോ അങ്ങനെ തന്നെ ആയിരിക്കണം. ആരും കാണാത്ത നിമിഷങ്ങളിലും, ആരും കേൾക്കാത്ത നിമിഷങ്ങളിലും. സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യം കൂടെ പറയട്ടെ, അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഇരുട്ട് എൻ്റെ ചുറ്റും മറവായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇല്ല, ഇരുട്ട് മറവായിരിക്കട്ടെ. ഞാൻ സമുദ്രത്തിന്റെ അറ്റം വരെ ചെന്ന് പാർക്കുമെന്ന് പറഞ്ഞാൽ അവിടെയും നിന്റെ കൈയുണ്ട്. പാതാളം വരെ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവിടെയും നീയുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, കർത്താവിനെ ഒളിച്ച് ഒരു വാക്ക് നമുക്ക് പറയാനൊക്കില്ല. എന്റെ സംഭാഷണത്തിന്റെ മധ്യേ ഞാൻ ഒരാളെ കുറിച്ച് അപവാദം പറയുന്നു എന്ന് വിചാരിച്ചു നോക്കി. എന്റെ സംഭാഷണ മധ്യേ ഒരാളെ താഴ്ത്തിക്കിട്ട് ഞാൻ സംസാരിക്കുന്നു നോക്കി. എന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് എന്റെ കർത്താവ് എത്ര വേദനിക്കുന്നു.
ഇത് കഴിഞ്ഞപ്പോ എനിക്ക് അത് തരണം ഇത് തരണം എന്ന് പറയുമ്പോ കർത്താവിനോട് ആദ്യം പറയൂ, ആദ്യം നീ മനസാന്തരപ്പെട്. കൃപയില്ലാത്ത വാക്കുകൾ പറയുമ്പോ, കൃപയില്ലാത്ത പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകുമ്പോ, കൃപയില്ലാത്ത ജീവിതത്തിന്റെ ഇടപാടുകൾ നമ്മൾ നടക്കുമ്പോ, വീട്ടിന്റെ അകത്താണ്. അപ്പന് പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആളല്ല. പുറമെ കണ്ടാൽ നല്ല മകൻ, പേരുണ്ട്, പക്ഷെ അകമേയുള്ളത് എന്താണെന്ന് വെളിപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്താണ് ഈ മനുഷ്യന്റെ പ്രശ്നങ്ങൾ? 3 പ്രശ്നങ്ങൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് എന്ത് പറ്റും? 3 പ്രശ്നങ്ങൾ പഠിക്കുമ്പം നമുക്ക് ആ പ്രശ്നങ്ങൾ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുമല്ലോ. അതല്ലേ വചനത്തിന്റെ പ്രത്യേകത. വചനം വെളിച്ചമാണ്, അന്ധകാരത്തെ മാറ്റുന്ന വെളിച്ചമാണ്. വചനം വാളാണ്, അത് നമ്മളെ മുറിപ്പെടുത്തും പക്ഷെ സൗഖ്യമാക്കുന്നതാണ്. ഒരു ഓപ്പറേഷൻ കത്തി പോലെ നമ്മുടെ സ്തോത്രം പഴുത്ത ആ ശരീരഭാഗത്തിന്റെ പഴുപ്പിനെ ചെത്തിക്കളയുന്ന പോലെ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വളർന്നു നിൽക്കുന്ന ഒരു ഗ്രോത്തിനെ മുറിച്ചു കളയുന്ന പോലെ, അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ മനുഷ്യനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. 3 പ്രശ്നങ്ങൾ നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മൾ അതുമായിട്ട് എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നമുക്കതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ പ്രശ്നം, ഇത് പറഞ്ഞത് മുഴുവനും കുറ്റപ്പെടുത്തലാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എത്ര കാലമായി നിന്നെ സേവിക്കുന്നു. 29-ാമത്തെ വാക്യം, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തു. അപ്പനും കുറ്റം, സഹോദരനും കുറ്റം, ഇത് സ്വീകരിച്ച ആളുകൾക്കും കുറ്റം, അവർക്കും കുറ്റം, ഇവർക്കും കുറ്റം, മൊത്തം കുറ്റം. ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പരിശുദ്ധാത്മ ഇടപെട്ട ശക്തമായൊരു വചനം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നവർക്കായി കർത്താവിന് സ്തോത്രം. അതായത് ഈ പത്രോസിനെ കർത്താവ് തെരഞ്ഞെടുത്തപ്പം കർത്താവിന് അറിയാം പത്രോസിന് വേണ്ടി ഭയങ്കര ഭാവിയൊക്കെ ഉണ്ട്, പത്രോസിനെ ശക്തമായിട്ട് ഉപയോഗിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവിൻ്റെ. ആ പ്രാർത്ഥന എന്താ പറയുക? പത്രോസേ, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് ശത്രു പിശാച് ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതായത് ഇവിടെ ഒരു മുറിയിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ, പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, അവിടെ സാത്താൻ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയാം, ആ പത്രോസ് ഉണ്ടല്ലോ, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ്, നല്ല പത്രോസാണ്, പുള്ളിക്ക് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്, പുള്ളി ശക്തമായ പ്രയോജനം എല്ലാമാണല്ലോ വെപ്പ്. പക്ഷേ ആ വ്യക്തിയെ ഒന്ന് പാറ്റാൻ അനുവദിക്കാമോ? എന്നാൽ പിശാചിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ? അവന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അവനെ പിടിച്ചു കിട്ടുന്ന ദിവസം വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഭൂമിയിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ എല്ലാ ദൈവമക്കളെയും പ്രലോഭിപ്പിക്കേണ്ടതിന്, ആരെ വീഴ്ത്തിക്കളയാമോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ചുറ്റി നടക്കേണ്ടതിന് അവന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അവനെ പിടിച്ചു കെട്ടാനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവൻ കെട്ടിയതിനെ അഴിച്ചുവിടാൻ നമുക്ക് പറ്റും, പക്ഷെ അവൻ പിന്നെയും കെട്ടും, കെട്ടത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സുരക്ഷിതത്വം ക്രിസ്തുവിലാണ്. നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമില്ലേ, എന്നെ പിശാചി കെട്ടിയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം ഞാൻ പിന്മാറ്റത്തിൽ കിടക്കുകയാണ്. കൂടോത്രം എന്നെ ബാധിച്ചോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കോണം ഞാൻ പിന്മാറ്റത്തിൽ പോയി. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവ് അപേക്ഷിച്ചത് സാത്താൻ പത്രോസിനെ കോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് ചോദിച്ചപ്പം പാറ്റരുത് പാറ്റരുത് എന്നാണ് അപേക്ഷിച്ചത് വിചാരിക്കും. അങ്ങനെയല്ല. അപേക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസം പോകല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. എവിടെ പാറ്റിയെന്നറിയാമോ? അവനൊരു ബലഹീനത ഉണ്ടായിരുന്നു, ഇഗ്നോർ ചെയ്യുന്നൊരു ബലഹീനത. പലരും വലുതല്ലെന്ന് മനഃപൂർവ്വമായിട്ട് മാറ്റി വയ്ക്കുന്ന ബലഹീനത. നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞു, അത് പർവ്വതത്തിൽ തട്ടി ആരും വീഴത്തില്ല, ചെറിയ കല്ലിൽ തട്ടിയേ വീഴുന്നത്. കാരണം അത് അവഗണിച്ച് കളയും. പത്രോസിനൊരു ബലഹീനത ഉണ്ടായിരുന്നു. ചാടിക്കേറി പ്രവർത്തിക്കും, ചാടിക്കേറി വർത്താനം പറയും. ചിലപ്പോൾ നമ്മുടെ ഒരു ബലഹീനത അതായിരിക്കാം.
ചിന്തിക്കാതെ വർത്താനം പറയും. ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യം, അതിലിപ്പോൾ പ്രശ്നമുണ്ട്, വർത്താനം പറയുന്നല്ലേ ഉള്ളൂ. ചാടിക്കയറി മനസ്സിൽ എന്ത് പറഞ്ഞു അതെടുത്ത് പറയും. നമ്മൾ അറിയുന്നില്ല, അത് തന്നെ പിശാച് ആയുധമായി ഉപയോഗിച്ച് നമ്മെ ഷെയ്ക്ക് ചെയ്ത്. ഹല്ലേലൂയ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനൊരു വീട്ടിൽ ചെന്ന് മറ്റൊരു വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കും. ഹൗസ് വിസിറ്റിങ്ങിന് പോയപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെപ്പോട്ടെ ആ വീട്ടുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് എന്നോട് വലിയ സന്തോഷം, ഈ പുള്ളി വന്ന് ഇതെല്ലാം നമ്മളോട് പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത വീട്ടിൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, അറിഞ്ഞോ എന്നൊക്കെയാ പറഞ്ഞു നടക്കുന്ന അറിയോ നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർക്കും എന്നോട് വലിയ സന്തോഷം, കാരണം ഞാനിങ്ങനെ ന്യൂസ്. നാളെ സംഭവിക്കാൻ പോകുന്നതിനറിയാം, ഈ വീട്ടുകാർ തമ്മിൽ സംസാരിക്കും. പാസ്റ്റർ ഇവിടെ വന്നായിരുന്നു, നിങ്ങളിങ്ങനെ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അവർ മിണ്ടത്തില്ല, ചിലപ്പോൾ അത് മനസ്സിൽ വയ്ക്കും. എന്നെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് വരും, എന്നാൽ ഈ പുള്ളി പാസ്റ്ററാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്തിനാണോ ഈ നടക്കുന്നത്. പറയത്തില്ലായിരിക്കാം, മനസ്സിൽ ചിന്തിക്കും. സത്യത്തിൽ എന്ത് പറ്റി, 5-6 വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ എൻ്റെ തലയിൽ തോന്നിയത് മുഴുവനും പറഞ്ഞതുകൊണ്ട് എന്നെ ഷെയ്ക്ക് ചെയ്യും ഒരു ദിവസം. എപ്പോൾ ഷെയ്ക്ക് ചെയ്യുമെന്നറിയാമോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവരിൽ ആരെങ്കിലും എന്നോട് പറയും, പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, പിന്നെ പാസ്റ്റർ ഇത് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ, പാസ്റ്റർ ഇത്ര വർത്താനം ഇന്നാൾ ഞങ്ങളോട് പറഞ്ഞില്ലേ. ഷെയ്ക്കായോ? പിന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പ്രാഗൽഭ്യം കിട്ടുമോ? ഞാൻ ആരോടെങ്കിലും വല്ലതും പറഞ്ഞാൽ അവർ സ്വീകരിക്കുമോ? എൻ്റെ ശുശ്രൂഷ ഞാൻ തന്നെ നശിപ്പിച്ചോ? എന്തു പറ്റി? ഇഗ്നോർ ചെയ്യുന്ന ഇതൊക്കെ വലിയ ചില വാക്കുകൾ, അത് മതി. അതാണ് യാക്കോബ് പറയുന്നത്, ചെറിയ ഒരു തീക്കഷ്ണം വലിയ കാട് മുഴുവനും കത്തിക്കുന്നത് പോലെ ഒരു വാക്ക് മതി എന്നെയും മറ്റുള്ളവരെയും അഗ്നിയിൽ അകപ്പെടുത്താൻ. അതാ പിശാച് പിടിച്ചത്. പത്രോസിനെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റി. അവൻ കർത്താവിനെ തള്ളി പറഞ്ഞു, പക്ഷെ കൃപയാൽ കർത്താവിനെ തേടി ചെന്നപ്പോൾ അവനൊരു മനസ്സുണ്ടായിരുന്നു, തെറ്റ് ചൂണ്ടിക്കാണിച്ച കാല വീഴും. തെറ്റ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ വീഴരുത്. ഞാൻ പറഞ്ഞു, ഞാനും വീഴും, നമ്മളെല്ലാവരും വീണേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വീണ് കഴിയുമ്പോൾ സമാധാനം പോയി. അയ്യോ ഞാനത് പറഞ്ഞു, അയ്യോ ഞാനത് വരും, അയ്യോ എന്താ ചെയ്യും, പെട്ടെന്ന് ക്ഷമ ചോദിച്ചു, പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തു, എഴുന്നേറ്റു. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, അതിദുഃഖത്തോടെ പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ഇതാണ് പത്രോസിനെയും നമ്മളെയും മാറ്റി നിർത്തുന്ന വ്യത്യസ്തത. കുറ്റം കാണുന്ന, പിറുപിറുക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ഈ വ്യക്തിയുടെ ഒന്നാമത്തെ കുഴച്ചില്. അദ്ദേഹം പറയുന്നത് എന്നറിയാം, എനിക്ക് ആനന്ദിക്കാൻ, ചങ്ങാതികളുമായി ആനന്ദിക്കാൻ ആട്ടിൻകുട്ടിയെ തന്നില്ല. പിറുപിറുക്കുകയാണ്. ഒരു ഉപമയിൽ, താലന്തിൻ്റെ ഉപമയിൽ കാണുന്ന പോലെ, ഒരു താലന്ത് കിട്ടിയ ആൾ പിറുപിറുക്കുക. എന്നാ പറയുന്നത്, എനിക്ക് ഒരു താലന്തല്ലേ വന്നുള്ളൂ. എന്നിട്ട് അടുത്തത് പറയാ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതെങ്ങനെ മനസ്സിലായി? ആര് പറഞ്ഞു കൊടുത്തു? എവിടുന്ന്? ഇതിന്റെ പേരാണ് വിധിക്കുക. നമ്മൾ ആരാ മറ്റുള്ളവർ വിധിക്കാൻ? കർത്താവ് പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണ് വലിയ കോലിരിക്കുക, എന്നിട്ടാണ് അന്യന്റെ കരടിനെ കുറിച്ച്, അന്യന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് നമ്മൾ വിധിക്കുന്നേ. പരാജയം വരുന്ന വഴി, പിന്മാറ്റം വരുന്ന വഴി, ചെറിയൊരു സുഷരമിട്ടാ മതി, കപ്പൽ മുങ്ങും. കുറെ നാളെടുക്കുന്നേ ഉള്ളൂ. ഏലിയാവ് പിറുപിറുത്തില്ലേ, അതോടെ ശുശ്രൂഷ തീരുകയായിരുന്നു. നമ്മൾ ഓർക്ക് ഇങ്ങനെ പിറുപിറുത്തതിന്റെ പേരിലൊക്കെ ഏലിയാവ് പറഞ്ഞു, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, ആരുമില്ല, എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ കൊല്ലാൻ നോക്കുകയാണ് എൻ്റെ കൂടെ. കർത്താവ് പറഞ്ഞു, നീ നടക്ക്, ഹോരേബ് വരപ്പോൾ. അവിടെ ദൈവപ്രതിഷ്ഠത കാണുമ്പോൾ നന്നാവുമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കർത്താവിൻ്റെ പ്രതിഷ്ഠതെല്ലാം കാണിച്ചു കൊടുത്ത് എന്നാ ഇവിടെ എന്ന് ചോദിച്ചു. ഏതാ കർത്താവ് തന്നെ അവിടെ ചെല്ലാൻ പറഞ്ഞ്, എന്നാ ഇവിടെ ഒരു അവസരം കൂടെ കൊടുത്തതാ. അവിടെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരിങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെ ചെയ്യുന്നു, അതാണ് ഇതാണ്, ഞാൻ. കർത്താവ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് അടുത്ത ആളെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. എലീശയെ അഭിഷേകം ചെയ്തു. തീർന്നു, ശുശ്രൂഷ തീർന്നു. പിറുപിറുക്കുന്ന മനസ്സ്, കുറ്റം കണ്ടുപിടിക്കുന്ന മനസ്സ്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ഒരു വ്യക്തിയെ ചിലപ്പോൾ പിന്മാറ്റത്തിലേക്കും നരകത്തിലേക്കും നയിച്ചേക്കാം. 2, ഈ വ്യക്തിയുടെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം.
ഈ വ്യക്തിയുടെ രണ്ടാമത്തെ പ്രശ്നം, അപ്പനെ മനസ്സിലാക്കുന്നതിൽ ഇവൻ പരാജയപ്പെട്ടു. അപ്പനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതെന്നറിയാം, ഈ പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ എത്ര കാലമായി നിന്നെ സേവിക്കുന്നു. സോറി, നീ സേവിക്കുകയല്ല, നീ മകനാ. വയലിപ്പോ ഇന്നവിടെ 4 പണിക്കാരുണ്ട്, അവരുടെ കാര്യം മുഴുവൻ നോക്ക് എന്ന് പറയുമ്പോൾ പൊന്നുമോനെ, ദാസനോട് ആജ്ഞാപിക്കുന്ന രീതി നീ കാണല്ലേ. നിന്നെ ശാസിക്കുമ്പോ നീ കാണുന്ന നിന്റെ അപ്പനല്ലേ ശാസിക്കുന്നേ. നീ ഇത് മുഴുവനും കൂടെ മനസ്സിൽ ഭാരമായി വെച്ചുകൊണ്ട് നടക്കുവാണോ? അപ്പൻ ശാസിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങളെ അപ്പൻ ഡിസിപ്ലിൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ മുഖം തിരിച്ചു കളയുന്നത് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാനാണ്. ചിലപ്പോൾ നമ്മൾ യാചിക്കുന്ന ചില വിഷയങ്ങളിൽ സമയമെടുത്ത് കാലാവധി വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനാ. പിറുപിറുക്കല്ലേ, അപ്പനെ മനസ്സിലാക്ക്. നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക്. എന്റെ ദൈവം എനിക്ക് അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്ക്. തിന്മയ്ക്കായി ഒന്നും ഭവിച്ചില്ല, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. തോൽവിയും പരാജയവും ഉൾപ്പെടെ എന്റെ അപ്പൻ അനുവദിക്കുന്നതാണെങ്കിൽ നന്മയ്ക്ക്. ഇതൊരു കോൺഫിഡൻസ് ആണ് മക്കളെ. ഇനി വേറൊരു കുഴപ്പമുണ്ട്. ഇവൻ ഇടയ്ക്ക് ചെന്ന് അപ്പനോട് ചോദിച്ചിട്ടുണ്ടൊരു കാര്യം, അപ്പാ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ ആ ഫ്രണ്ട്സുമായിട്ട് ഔട്ട് ഹൗസിൽ പോയിരുന്ന് ഞങ്ങൾക്ക് ബാർബിക്യൂ ഉണ്ടാക്കി തിന്നുകയും ഒക്കെ ചെയ്തൊന്ന് ആസ്വദിക്കാൻ കുറച്ച് സാഹചര്യം അനുവദിക്കാമോ? നമുക്ക് തോന്നും, ചെറുപ്പക്കാരല്ലേ, അവർ ചെറുപ്പക്കാരുടെ ആഗ്രഹമല്ലേ എന്ന് തോന്നും. അപ്പം നമ്മളെന്താ മറുപടി, അപ്പനെന്താ മറുപടി പറഞ്ഞു, മോനെ ഔട്ട് ഹൗസ് ഉണ്ട്, നമുക്ക് നിന്റെ ഫ്രണ്ട്സ് നീ കാണുന്നതിനും കൂട്ടുകൂടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ വൈകുന്നേരത്തെ ബാർബിക്യൂ പാർട്ടി ഞാൻ സമ്മതിക്കത്തില്ല. അതെന്നാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഈ ബാർബിക്യൂ ഇങ്ങനെ കടിച്ച് വലിക്കുമ്പോഴേ ഇത് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇച്ചിരി കുടിക്കണ്ടേ. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇച്ചിരി കുടിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയൊക്കെ വേറെ രീതിയിലാവും. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ച് സംസാരിക്കുന്ന സംസാരം ഒന്നും ശരിയാവില്ല. അത് നമുക്ക് പറ്റിയ നിലപാടല്ല. നമ്മുടെ ധാർമ്മികതയ്ക്ക് അത് ചേരത്തില്ല. ഇവിടെ ആടില്ലാഞ്ഞിട്ടല്ല, ഇവിടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഔട്ട് ഹൗസ് ഇല്ലാഞ്ഞിട്ടല്ല, ചില ആസ്വാദനങ്ങൾ ഇവിടെ നടക്കില്ല. എന്തിനാ അപ്പൻ ഇത് പറഞ്ഞത്? ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയാ. പക്ഷെ ഇവൻ എങ്ങനെയാ അതിനെടുത്തത്? ഒരിക്കൽ പോലും നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ലെന്നും പറഞ്ഞ് ഇതാ പറഞ്ഞത്, അപ്പന്റെ മനസ്സിനെ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലല്ലോ. ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, സകല ഭൂജന ജന്തുക്കളുടെ മേൽ നിനക്ക് വാഴാം, സകലവും നീ പറയുന്നത് പോലെ നടക്കും. ഒറ്റ കാര്യം മാത്രം, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം ഞാൻ വെച്ചിട്ടുണ്ട്, അതിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് നന്മയ്ക്കാണ് പറഞ്ഞതെന്ന് ബോധ്യമില്ലാത്ത ആദമിനോടും ഹവ്വയോടും പിശാച് പറഞ്ഞു, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. ചില വിലക്കുകൾ, ചില നോകൾ അരുതെന്ന് പറയുന്നത്, ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ വിലക്കുന്നത്, നമ്മളെ ശിക്ഷ വിധിക്കുന്നത്, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് കർത്താവിന്റെ ഹൃദയം മനസ്സിലാകുമെങ്കിൽ നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കും. ഒരു പെങ്കൊച്ചിന് ഭയങ്കര പേടി, ഇരുട്ട് ഭയങ്കര പേടിയാണ് ഈ കൊച്ചിന്. ഒരു ദിവസം ഈ അമ്മ ഈ കൊച്ചുമായിട്ടൊരു മുറിക്കകത്തിരുന്നു. മോളെ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് രാത്രി 10:30 ആയപ്പോൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ ദിവസം വീട്ടിൽ ആരും ഇല്ലാതിരുന്ന ദിവസം അമ്മയും മോളും മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയ അമ്മ നേരെ ചെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി, കുറ്റാക്കൂരിട്ട്. ഈ കൊച്ചു റൂമിനകത്ത് കടന്ന് വിളിക്കാൻ തുടങ്ങി, അമ്മ അമ്മ അമ്മ. പെട്ടെന്ന് അമ്മ വന്നേച്ച് റൂമിന്റെ കതക് പുറത്തുനിന്ന് അടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് ആ വിൻഡോയിൽ കൂടെ പറഞ്ഞു, മോനെ നിന്റെ പേടി മാറാൻ വേണ്ടി ഇന്ന് രാത്രി ഈ വെളിച്ചമില്ലാത്ത റൂമിൽ നീ ഒറ്റയ്ക്ക് കിടക്കും. ഇങ്ങനെ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പോ ചത്തുപോകും, ഇത് ക്രൂരയാണ്, ഇത് അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ്. എത്രയോ അമ്മമാര്, ഇവള് ഭയങ്കര ബഹളം, രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് ബഹളം വെച്ചു.
പിറ്റേ ദിവസം രാവിലെ അമ്മ ചെന്ന് കഥവ് തുറന്നു. അവളോട് പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്? രാവിലെയൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് മനസ്സിലായത്, ഇനി ഇരുട്ടൊന്നും എനിക്ക് പേടിയില്ല, ഇനി ഇരുട്ടത്ത് എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭയം മാറ്റാൻ വേണ്ടിയായിരിക്കും ആ ഭയത്തിൻ്റെ എക്സ്പോഷർ കർത്താവ് നമുക്ക് തരുന്നത്. നേപ്പാളിൽ പോയി വന്ന ഒരു മിഷണറി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ മൃഗങ്ങളെ, പ്രത്യേകിച്ചും ഈ കന്നുകാലികളെ അവരിങ്ങനെ അഴിച്ചു വിട്ടേക്കും. അത് കാട്ടിൽ തന്നെ പോയി മേഞ്ഞ് തിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരും. അതിനൊരു ശീലം, ഒരു റുട്ടീനാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. പക്ഷേ ഇത് ഈ നേപ്പാളിലെ ഈ കാട്ടിലൊക്കെ ചെന്ന് ഈ പുല്ലൊക്കെ തിന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വെള്ളം കുടിക്കാൻ ദാഹിച്ചുകൊണ്ട് ഈ വരുന്നത്. അപ്പോൾ ഇതിന് വെള്ളം കൊടുക്കും. പക്ഷെ അതിന് മുമ്പ് ഈ ഉടമസ്ഥൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതിനെ ഇങ്ങോട്ട് പിടിച്ചേച്ച് ഉപ്പുവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഈ ഉപ്പുവെള്ളം കൈ കൊണ്ടെടുത്തതിൻ്റെ മൂക്കിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ഇതിന് ഭയങ്കര വിമ്മിഷ്ടം. ഇതിനെ ഒരുമാതിരി കൊല്ലാൻ പോകുന്ന പോലെ ഇത് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാകും. വീണ്ടും വീണ്ടും ഉപ്പുവെള്ളം ഒഴിച്ച് കഴിഞ്ഞേച്ച് ഇതിന് ഇച്ചിരി നേരം അങ്ങ് വിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ മൂക്കിനകത്ത് പിടിച്ചിരിക്കുന്ന അട്ട പലതും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോഴാണ് ഈ മൃഗത്തിന് മനസ്സിലായത്, ഈ ഉപ്പുവെള്ളം ഒഴിച്ച് തന്നെ കൊല്ലാനല്ല, മുറുകെ പിൻപറ്റുന്ന ചിലതുണ്ട്. എൻ്റെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ട് ആരും കാണാതെ അകത്തിരിക്കുന്ന ചിലതിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെ തരാതിരുന്നതിന്റെ പേര് നീ ദൈവത്തോട് കെറുവിക്കണ്ട. നീ അപ്പന്റെ ഹൃദയം ഒന്ന് മനസ്സിലാക്ക്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിന്റെ പേര്, ചോദിക്കുന്നതിന് മുമ്പ് ദൈവം മറുപടിയുമായിട്ട് ഓടി വരാത്തതിന്റെ പേര് നീ പിണങ്ങല്ലേ. അപ്പന്റെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഈ മനുഷ്യന്റെ പ്രധാന പ്രശ്നം ഞാൻ പറയാം. ഈ മനുഷ്യന്റെ പ്രധാന പ്രശ്നം എന്താന്ന് മൂന്നാമത്തെ കാര്യം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 31 വാക്യം. ഈ അപ്പൻ വന്നിട്ട് മോനോട് പറയാ, പൊന്നു മോനെ നീ അകത്ത് വാടാ. ഞാൻ വരത്തില്ല. എടാ നീ വാ, ഞാൻ വരത്തില്ല. അവന് മരിച്ചവനായിരുന്നു, അവന് വീണ്ടും ജീവിച്ചു വന്നിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ആനന്ദിക്കുന്നു. പൊന്നുമോൻ വാ, ഞാൻ വരത്തില്ല. അവസാനം അപ്പന് വിഷയം പിടികിട്ടി. അപ്പം അവസാനം എന്ത് പറഞ്ഞെന്നറിയാമോ? 31 അവൻ അവനോട്, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേത് ആകുന്നു. അത് കേട്ടതേ അവൻ ഓക്കെ. കാര്യം പറഞ്ഞു തരാം. ഈ അപ്പൻ്റെ സ്വത്ത് 3 വിഭജിച്ചു. അതിൽ ഒരു പോർഷൻ മാത്രമേ ഇളയാക്കി കിട്ടത്തുള്ളൂ. ഇരട്ടി പങ്ക് മൂത്തയാക്കുള്ളതാണ്. അപ്പോൾ ഇളയവന് മേടിച്ചുകൊണ്ട് പോയേ. ഇനി അപ്പനുള്ളത് മൊത്തം, ഇനിയിപ്പോൾ വേറെ ഡിവിഷനൊന്നുമില്ല, ഇനി ഉള്ളത് മൊത്തം ഇവൻ്റെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഭീഷണിയുണ്ട്. അവൻ കൊണ്ടുവന്ന് എല്ലാം നശിപ്പിച്ചേച്ച് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ ഇവന് വേലക്കാരനായിട്ട് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എടുത്തേക്കുന്നത്. ഇവന് മകനായിട്ടാണ് സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ ഇനി എന്ത് പറ്റും? വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇനിയുള്ളതിൻ്റെ ഒരു പോർഷൻ അവന് കൊടുക്കണം. അതാ വീട്ടിൽ കയറാതിരുന്നത്. അപ്പോൾ അപ്പൻ ഉപദേശിച്ച് നോക്കി, യാചിച്ച് നോക്കി, അപേക്ഷിച്ച് നോക്കി, എന്നിട്ടൊന്നും ഇവൻ ശരിയാവുന്നില്ല. അപ്പനല്ലേ മോനെ അറിയത്തുള്ളൂ. അവസാനം അപ്പൻ പറഞ്ഞു, മോനെ എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. പാവൻ ഓക്കെ, ഞാൻ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഈ മോൻ്റെ പ്രശ്നം ദ്രവ്യാഗ്രഹമല്ലേ? തമ്പുരാന്റെ സന്നിധിയിൽ പലരും ഇടറി വീഴുന്നതിൻ്റെ കാരണം ഇതല്ലേ? അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്ത് ഇടയ്ക്ക് വെച്ച് പിൻമാറ്റത്തിൽ പോയി എല്ലാം നഷ്ടപ്പെട്ടവനായി അതുപോലെ അതപ്പതിച്ചതിൻ്റെ കാരണം എന്താ? മിസ്രയീമിൻ്റെ പച്ചപ്പ് തലയ്ക്ക് കയറിയതല്ലേ? അബ്രഹാം മിസ്രയീമിലേക്ക് പോയപ്പം അവിടുന്ന് 2 പ്രശ്നങ്ങളും കൊണ്ടാണ് അബ്രഹാം തിരിച്ചു വന്നത്. ബാഗേജ്, പിന്മാറ്റത്തിലേക്ക് പോയ അബ്രഹാം മിസ്രയീമിൽ പോയപ്പോൾ അവൻ ഇഷ്ടം പോലെ സമ്പത്തൊക്കെ കിട്ടി. പക്ഷെ 2 പ്രശ്നങ്ങൾ അവൻ്റെ ചുമലിൽ ബാഗേജ് പോലെ അവന് കിട്ടി. ഒന്നാമത്തെ പ്രശ്നത്തിൻ്റെ പേരാണ് ഹാഗാർ. ഹാഗാർ ആ കുടുംബത്തിനൊരു തലവേദനയാണ്. ഹാഗാർ എന്ന് ജനിച്ച ഇസ്മായേൽ
തലമുറയായിട്ട് തലവേദനയായി, ഇന്നും മാറാത്ത തലവേദനയായിട്ട് നിൽക്കുന്നു. ഒന്നാമത്തെ ബാഗേജ്. രണ്ടാമത്തെ ബാഗേജ്, ആദ്യമായിട്ടാണ് ലോത്ത് മിസ്രയീമിന്റെ പച്ചപ്പ് കാണുന്നത്, അവിടുത്തെ സമ്പൽ സമൃദ്ധി കാണുന്നത്. ലോത്ത് തിരിച്ച് അബ്രഹാമിന്റെ കൂടെ പോന്നെങ്കിലും ലോത്തിന്റെ തലയിൽ നിന്ന് ആ പച്ചപ്പ് മാറുന്നില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, എനിക്ക് പച്ചപ്പ് വേണം, ആടുമാടുകളെയും കൊണ്ട് വളർത്തണം, എനിക്ക് സമ്പത്ത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അവസാനം അബ്രഹാം പറഞ്ഞു, ദേശം നിന്റെ മുൻപിലില്ലയോ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സോദോം ഗോമോറ തെരഞ്ഞെടുത്തിട്ട് ലോത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മിസ്രയീം ദേശം പോലെ ഉണ്ടായിരുന്നു സോദോം ഗോമോറ. അതാണ് തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അപ്പന്റെ തുല്യമായിട്ട് ബഹുമാനിക്കേണ്ട അബ്രഹാമിനോട് വഴക്കുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ, തമ്മിത്തല്ലുണ്ടാക്കാൻ ഈ ലോത്തിനെ പര്യാപ്തപ്പെടുത്തിയത് അവന്റെ തലയ്ക്കകത്ത് കയറിയ സമ്പത്തിന്റെ, ദ്രവ്യാഗ്രഹത്തിന്റെ വേരായിരുന്നു. കർത്താവ് പറയുന്നൊരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് സമ്പാദിച്ചു. കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മൂഢ, ഇന്ന് രാത്രി ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ. യോസേഫിനെതിരെ സഹോദരന്മാര് പ്രശ്നം ഉണ്ടാക്കിയത് ഒരൊറ്റ കുഴപ്പം കൊണ്ടല്ല, യോസേഫിന് ജ്യേഷ്ഠാവകാശം കൊടുക്കുമെന്ന പേടി കൊണ്ടാണ്. യാക്കോബ് ഏശാവിനെ പറ്റിച്ചതും യാക്കോബ് അപ്പനെ പറ്റിച്ചതും വേറെ ഒന്നിനും വേണ്ടിയല്ല, സമ്പത്ത് തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ്. ഇനി ഞാൻ കുറച്ച് വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ, എൻ്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ദൈവാലയത്തിന് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ എടുക്കുകയാണ്. എല്ലാവരും കാശ് കൊണ്ടുവരാൻ പറയുകയാണ്, സ്വർണം കൊണ്ടുവരാൻ പറയുകയാണ്, വജ്രങ്ങൾ കൊണ്ടുവരാൻ പറയുകയാണ്. അവർക്കുള്ളതെല്ലാം കൂടെ കൊണ്ടുവന്ന് ദാവീദ് ഇതെല്ലാം കൂടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ സെന്റൻസാണ് വായിച്ചത്. അവിടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവീക പ്രിൻസിപ്പിൾ, ഒരു സത്യമുണ്ട്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളതിൽ നിന്നെടുത്ത് അങ്ങോട്ട് തരികയല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങ് ഞങ്ങൾക്ക് തന്നതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് തരുന്നു എന്നല്ലാതെ ഇതിനകത്ത് ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. അടുത്ത വാക്യം, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത് തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അവനല്ലോ സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പൊ ഞാൻ പറയരുത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, നോ, തെറ്റിപ്പോയി. എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ട് ഞാൻ അധ്വാനിച്ചത്. ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ വചനം പഠിച്ചാൽ ഈ ദ്രവ്യാഗ്രഹത്തെ നമുക്ക് ജയിക്കാം. പല ആളുകളെയും വീഴിച്ചു കളഞ്ഞത് പണപരമായ അവിശ്വസ്തതയായിരുന്നു. എത്രയോ ആളുകളെ വീഴിച്ചു കളഞ്ഞത്, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയത്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടു, ലോകപ്രശസ്തനായൊരു മനുഷ്യൻ, സകല ക്രിസ്തീയ ചെറുപ്പക്കാർക്കും അറിയാവുന്ന പേര്, പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം പറഞ്ഞു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി. ഇനി ഈ പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, ഈ പ്രസ്ഥാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ നീക്കം ചെയ്തു. ലോകത്തിൻ്റെ മുൻപിൽ ഒരു നിന്ദാ വിഷയമായി മാറി. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീഴ്ച തുടങ്ങിയത് സമ്പത്ത് തലക്കേറിയപ്പോഴാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പുത്രൻ വീട്ടിൽ താമസിക്കുന്നവനാണ്,
പുറമെ കണ്ട ഇവന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പ്രശ്നം, ഇവന്റെ കണ്ണുകളിൽ ഈ ലോകത്തിന്റെ സമ്പാദ്യം, ഇവിടെയുള്ള ചിലത് കേറിയതായിരുന്നു. അപ്പനെ മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കുറ്റം കാണുന്ന പിറുപിറുക്കുന്ന ഒരു ഹൃദയമായിരുന്നു. ഈ വചനം ഇന്ന് നമ്മൾ കേട്ടതും പഠിച്ചതും ധ്യാനിച്ചതും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്നും കൂടെ നമ്മുടെ കർത്താവിനോട് അടുപ്പിക്കുവാൻ മുഖാന്തരമാകട്ടെ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഓരോ ദിവസവും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭവനത്തിലെ മൂത്ത മോനെ പോലെ ആകാൻ വേണ്ടിയല്ല, അപ്പനെ മനസ്സിലാക്കാൻ, അപ്പൻ നോ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ, ഒരിക്കലും ഈ ലോകം തലയ്ക്കകത്ത് കയറാതെ ദൈവത്തോട് വിശ്വസ്തത പാലിക്കാൻ. കാരണം അത് എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. അവിടെ ചെന്ന് വെറും കയ്യായി, നഗ്നനായി ഞാൻ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി ഞാൻ ഇവിടുന്ന് പോകും, ഇവിടെയുള്ളതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, നിനക്ക് ഞാൻ തന്നത് കൊണ്ട് നീ എന്ത് ചെയ്തു? കുറ്റം കാണുന്ന പിറുപിറുക്കുന്ന ഹൃദയം ഒരിക്കലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ ഹൃദയത്തെ ജയിക്കാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് തരട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ഒന്നും കൂടെ രാഗി മിനുക്കി മൂർച്ച കൂട്ടാൻ, ഒന്നും കൂടെ ശുദ്ധീകരിച്ച് കർത്താവിനോട് അടുത്തു നിൽക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. കാഹളം ധ്വനിക്കാറായി, നമ്മുടെ കർത്താവ് വരാറായി. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പ്രതിഫലം വാങ്ങിക്കാൻ ഓരോ ദിവസങ്ങളും പ്രയോജനപ്പെടുത്തേണ്ടതിന് ഈ വചനം നമുക്ക് മുഖാന്തരമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.